സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ആരതി മോളെ, ഈ പ്രസാദം വാങ്ങിക്കോളുക. മോൾ ഇത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തോളുക. തിരുമേനി, അത് ഞാൻ കൊടുത്തോളാം. അപ്പൊ പിന്നെ ആർക്കും കിട്ടില്ല. നീ എന്തിനാ കാറ് നിർത്താൻ പറഞ്ഞേ? ലോറികൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ളതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങനെ എൻട്രി ഒന്നുമില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോയാ നമ്മുടെ കാറ് കണ്ട ആർക്കെങ്കിലും ഡൗട്ട് അടിച്ചാ മൊത്തം പ്രശ്നമാവില്ലേ? യെസ്, യു ആർ റൈറ്റ്. പക്ഷെ നമുക്ക് അകത്തേക്ക് പോയാലേ പറ്റൂ. അക്കാര്യത്തിൽ ഡൗട്ട് വേണ്ട. മെയിൻ റോഡിൽ കൂടെ അല്ലെങ്കിലും നമുക്ക് അതിന്റെ ഊട് വഴി കൂടെ പോകാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തേ പറ്റൂ. നടക്കാം. വിക്രാന്ത്, എന്റെ കൂടെ വാ. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. എന്താ ചെയ്യണ്ടേ? ഓ, പറയാം. വിക്രാന്ത്, ഈ വാടക്കുല എടുത്ത് മുഖം അങ്ങോട്ട് മറച്ചേക്ക്. ഓക്കെ, ആർക്കും മനസ്സിലാവില്ല. ചേട്ടാ സൂപ്പർ. വേഗം വാ. ദി ഗ്രേറ്റ് ബിസിനസ്മാൻ വേദാന്താണ് ഈ പോകുന്നത്. അതും ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി വാഴക്കുലയും തലയും വെച്ചോണ്ട് പോവുക. ഇതാണ് ഈ പെൺകുട്ടികളുടെ പവർ. ആണുങ്ങൾ പുലിയാണെങ്കിലും ഇവരുടെ മുന്നിൽ പൂച്ചക്കുട്ടിയായി മാറും. എന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആരുടെയും കണ്ണിൽ പെടാതെ നോക്കിയേ പറ്റൂ. ശാരദേജി, വരൂ വരൂ. ശാരദേജി പന്തല പൂജയ്ക്ക് വരില്ല എന്ന് പറഞ്ഞ് അമ്മ ആകെ വിഷമത്തിലായിരുന്നു. സോറി അമ്മൂല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. സാരിയില്ല ചേച്ചി, നിങ്ങൾ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, ഒരുപാട് സന്തോഷം. അമ്മ തിരക്കിലാണോ? ഇപ്പൊ ശരിക്കും എവിടെയാന്ന് എനിക്കറിയില്ല. അമ്മ മൊത്തത്തിൽ ഓട്ടപ്പാച്ചില്ല. മകളുടെ കല്യാണം എന്നുള്ള സന്തോഷത്തില് ആള് നിലത്തൊന്നും അല്ല. ഞാൻ ആദ്യം പോയി കല്യാണ പെണ്ണെ കാണട്ടെ. നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. നിന്റെ ചേച്ചി ഇന്ന് നിന്നെക്കാളും സുന്ദരിയാണോ നോക്കട്ടെ. ശരി, നിങ്ങൾ ഇരിക്കെ. ഞാൻ അനിയത്തിമാരോട് പറഞ്ഞ് നിങ്ങളെ ചേച്ചിയുടെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയാം. ചേട്ടാ ചേട്ടാ,
നീ ഒന്ന് മിണ്ടായിരിക്കേ, എന്നെ കൂടെ നിൽക്ക്. അങ്ങോട്ട് നോക്ക്. റൗഡി കൊച്ചി ഇവിടെ തന്നെയുണ്ട്. എന്റെ ആളിവിടെ കാണുന്നില്ലല്ലോ. കല്യാണ പെണ്ണ് എവിടെ ഉണ്ടാവാനാ? റൂമിൽ തന്നെ കാണും. എന്തെങ്കിലും കാണിച്ച് അകത്തേക്ക് കയറി പറ്റണം. ചേട്ടാ, ഞാൻ എന്റെ പെണ്ണിന്റെ കാര്യം നോക്കിക്കോളാം. ചേട്ടാ ചേട്ടന്റെ പെണ്ണിന്റെ കാര്യം നോക്കിക്കോ. ഏയ് വിക്കി, അവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇങ്ങോട്ട് പോയി? ദ ഗ്രേറ്റ് ബിസിനസ് ഐക്കൺ വേദാന്ത് മേനോൻ ഇപ്പൊ ഈ വാഴക്കുലയും പിടിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നനഞ്ഞില്ല, ഇനി കുളിച്ചു കയറാം. ചെറിയമ്മേ, ഷീല ചേച്ചിയും ലീല ചേച്ചിയും ഒന്നും വന്നില്ലേ? അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ശരി ചെറിയമ്മേ. അതേത് നന്നായി. ഈ വാഴക്കുലയ്ക്ക് കിച്ചൺ തന്നെയാ പറ്റിയ സ്ഥലം. മോനെ, വാഴക്കൊലയും പിടിച്ച് എന്താ ഇവിടെ നിൽക്കുന്നേ? എന്റെ ദേവത ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് വിസിലടിച്ചേക്കാം. അയ്യോ വേണ്ട, ആരെങ്കിലും കേട്ടാ കുഴപ്പവും. തീരെ വയലന്റ് ആവാതെ സൈലന്റ് ആയിട്ട് ഈ കൊണ്ടുവന്ന മൈലാഞ്ചി ഗിഫ്റ്റ് ബോക്സ് ആരതിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നല്ലൊരു കുട്ടിയായിട്ട് തിരിച്ചു പോണം. കണ്ടുവിടേടോ. സോറി മാഡം. ഇഡിയറ്റ്. ആരതി കാണാനുള്ള സന്തോഷത്തിൽ എതിരെ വരുന്നവരൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്റെ ദൈവമേ, തൽക്കാലം രക്ഷപ്പെട്ടു. സോറി മാഡം. ആ വോയിസ് എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ. വന്നോ? എന്താ ചേച്ചി?
ഞാനെങ്ങനെ തിരിഞ്ഞു നോക്കിയാ നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ച് ഇവരാകെ പ്രശ്നം ഉണ്ടാക്കും. കാര്യങ്ങൾ കുഴയും. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഏയ് മോനെ, ആ വാഴക്കൊല കൊണ്ടുവച്ചിട്ട് അവിടെ ആ മുറുക്കിന്റെ പാത്രം ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോണ്ട് വാ. ഊണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതുകൊണ്ട് വിളമ്പാൻ വേറെ ആരെയും വിളിച്ചിട്ടില്ല. അതുകൊണ്ടാ നിന്നോട് പറയുന്നത്, മനസ്സിലായോ? മോനെ, പിൻവശത്തെ വാതിലിൽ കൂടി പൊയ്ക്കോ. വീട് മുഴുവൻ നിറയെ പെൺകുട്ടികളാ, നിനക്ക് പോകാൻ ബുദ്ധിമുട്ടാ. സൂക്ഷിച്ച് പതുക്കെ. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടതാ. ഇതെന്താ ആൾക്കാരാണെന്തോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര നാണോ, മുഖത്ത് നോക്കി സംസാരിക്കുക പോലും ഇല്ല. ശാരദേ, എപ്പോഴാ വന്ന മോളെ? കുറച്ചു നേരമായി അമ്മേ. സോറി അമ്മേ, ലേറ്റ് ആയിപ്പോയി. സാരമില്ല മോളെ, നീ വന്നല്ലോ, ഒത്തിരി സന്തോഷമായി അമ്മയ്ക്ക്. നീ എന്റെ മോളെ കണ്ടില്ലല്ലോ. വാ വാ, നമുക്ക് റൂമിൽ പോയി അവളെ പരിചയപ്പെടാം. ശരി അമ്മ. ഇവരുടെ ഇടയിൽ വെച്ച് ഞാൻ എങ്ങനെ ഇവളോട് സംസാരിക്കും? ആ ചേച്ചി, ഒരു മിനിറ്റ്. ഇവിടെ അപ്പുറത്തുള്ള അമ്പലത്തിലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സാരി കൊടുക്കുന്നുണ്ട് അത്ര. ചേച്ചി പോയില്ലേ? ആണോ? ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്. വാ പോവാം. നമ്മുടെ വീടിന്റെ അടുത്ത് അമ്പലമൊന്നും ഇല്ലല്ലോ. മിണ്ടല്ലേ? എന്തു പറ്റിയാ മല്യ? അപ്പൊ കേട്ട വോയിസ് ആരുടേതായിരിക്കും? എന്തോ കുഴപ്പമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്ത് നടക്കാനാ? ശാരികേ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ എന്റെ കൂടെ. ഇവിടെ എവിടെങ്കിലും കാണോ അവര്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഇന്നത്തെ പൂജ കഴിയാതെ പുറത്തു പോവരെന്നൊക്കെ പറഞ്ഞാ അവിടെ ഇവിടെയൊക്കെ അവര് കളിച്ചോണ്ട് നടക്കും. എന്റെ കൂടെ വാ. ചേട്ടാ ഒന്ന് വന്നേ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ബാത്റൂമിൽ ഒളിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ആകെ മൊത്തം പ്രശ്നമാവും. അയ്യോ ഒന്ന് വന്നേ ചേട്ടാ. അതിഥി വിക്കി ബാത്റൂമിൽ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ? പിന്നെ നമുക്ക് അതിന് മറുപടി പറയാനുണ്ടാവില്ല. അത് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് മാറില്ലേ? എന്റെ പൊന്നു ചേച്ചി, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിലും എന്തൊക്കെയാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ എല്ലാം അറിയുന്ന പോലെ സംസാരിക്കണ്ട. അമ്മ വന്ന് ചേട്ടൻ ഇവിടെ എന്തിനാ വന്നേന്ന് ചോദിക്കില്ലേ? അതിന് എന്ത് മറുപടി കൊടുക്കും? അയ്യോ, ഒരു നിമിഷം ഒന്നും മിണ്ടാതിരിക്കോ രണ്ടുപേരും. എന്നെ കണ്ട മുതലേ നിങ്ങളിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുവാണല്ലോ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ വിവാഹത്തിന് വിഷയം വന്നെന്ന് പറഞ്ഞാ പോരെ?
ഓൾ ദി ബെസ്റ്റ് ആരതി. നീയും ഗൗതവും മേഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസ് ആണ്. നന്നായിട്ട് ജീവിക്കും. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. അഡ്വാൻസ് വിഷസ്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഇന്ന് ശരിക്കും കുടുങ്ങിയത്. ചെറിയമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയാൽ, എല്ലാരും കൂടി നിന്നെ ചതിക്കുകയാണെന്ന് നീ മനസ്സിലാക്കിയാൽ, ആ അപമാനത്തിനിടയിൽ നിനക്ക് മനസ്സിലാവും സാരികയെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന്. അന്നേ ഞാൻ സിദ്ധാർത്ഥനോട് പറഞ്ഞതാ ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. സിദ്ധാർത്ഥ കേട്ടില്ല. അമൂല്യെ കാണാൻ ഒളിച്ചം പാത്ത് വന്നത് കണ്ടില്ലേ? ഇനി എന്താ സംശയം? ഇപ്പൊ തന്നെ സിദ്ധാർത്ഥനോട് പറയണം. ഛെ, ഥു, ഥു. നീ എന്താ വല്ല പ്രേതത്തിനെയാണോ കണ്ടേ? വാ, നിന്നോട് കുറച്ച് സംസാരിക്കണ്ടേ? ഒന്ന് മിണ്ടായിരിക്കെ. നിന്നെ പെട്ടെന്ന് കണ്ട പ്രേതാണെന്ന് തന്നെ തോന്നും. അഹങ്കാരി, അതൊക്കെ വിട്. നീ ആദ്യം എന്തിനാ ഇവിടെ വന്നേന്നുള്ള കാര്യം പറയും. എക്സ്ക്യൂസ് മീ, ഞാൻ നിന്റെ ബോസാണ്. നീയൊന്നൊന്നും വിളിക്കരുത്. ഓഫീസിന്റെ പുറത്ത് വെച്ച് ഞാൻ എന്തായാലും നിങ്ങളെ ബോസ് എന്നൊന്നും വിളിക്കാൻ പോകുന്നില്ല. ഒരു ബോസ്. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എന്റെ തലയിലെടുത്ത് മോശമായതുകൊണ്ട് നീ എന്റെ ബന്ധുവായി പോയി. ഞാൻ എന്തായാലും ഇങ്ങനെ സംസാരിക്കും. എന്താ കാര്യം എന്ന് പറ. നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അതെനിക്കറിയാം. എനിക്ക് ഉറപ്പായിരുന്നു ഇതാ സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്കറിയായിരുന്നു. നീ എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് എന്നോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന്? സത്യല്ലേ? വാട്ട്? അതല്ല കാര്യം. ഈ ഒരു കാര്യത്തിൽ നീ ഇത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്തവനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു പോലുമില്ലല്ലോ. നേരെ വീട്ടിലേക്ക് വന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? അതെ, നോക്ക്, ഒരു മിനിറ്റ്. നിക്ക്. ആദ്യം ഞാൻ തന്നെ നിനക്ക് ഇത് ക്ലിയർ ആക്കി തരാം. എനിക്ക് പ്രേമിച്ച് നടക്കാനൊന്നും ഒട്ടും ഇഷ്ടമല്ല. നിനക്കിപ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ അങ്ങനെയൊന്നും നടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് നീ വിചാരിക്കേ വേണ്ട. ഞാൻ നിന്റെ കൂടെ എങ്ങോട്ടും വരില്ല. അതെ, ഒന്ന് മിണ്ടാതിരിക്കേ. നീ എന്താ വല്ല മിസ് വേൾഡോ മറ്റോ ആണോ? വലിയ ഐശ്വര്യറായ എന്ന വിചാരം. ഇനി ഒരു 100 ജന്മം എടുത്താലും എനിക്ക് നിന്നോട് പ്രണയം തോന്നില്ല. ഇനി സ്വപ്നത്തിൽ പോലും അങ്ങനെയുള്ള ചിന്ത വേണ്ട. എന്റെ കുഴി ഞാൻ തന്നെ കുഴിച്ച പോലെ ആയല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്നെ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയില്ലെങ്കിൽ നല്ലൊരു ചാൻസാ മിസ്സാവാൻ പോകുന്നേ. ഇവൻ വിളിക്കാനും ഞാൻ അപ്പൊ തന്നെ പോകാനും. അല്ല പിന്നെ ഇന്ന് എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്.